കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രിക കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള കള്ളത്തരം വ്യക്തമാക്കുന്ന, ഡബിൾ സ്റ്റാൻഡ് വ്യക്തമാക്കുന്ന ഒരു രേഖയായി മാറുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എതിർക്കുകയും പ്രക്ഷോഭം നടത്തുകയും ഒക്കെ ചെയ്ത, അതായത് നിയമസഭയ്ക്കകത്തും പുറത്തും പാർലമെന്റിനകത്തും പുറത്തും രാജ്യമൊട്ടാകെ പൗരത്വ ഭേദഗതി നിയമം CAA-ക്കെതിരായി കോൺഗ്രസ് വലിയ പ്രക്ഷോഭങ്ങളാണ് ചെയ്തത്. ആ സമയത്ത് കോൺഗ്രസ് ഉയർത്തിയ വാദങ്ങൾ ആത്മാർത്ഥമല്ല എന്ന് ഈ പ്രകടന പത്രിക തെളിയിക്കുകയാണ്. ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്വന്തം പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കാനുള്ള സത്യസന്ധതയും ആർജവവും ധൈര്യവും കോൺഗ്രസ് പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. ഇത് കേവലം ഒരു നോട്ടപ്പിശകല്ല, കൈപ്പിഴയല്ല. കാരണം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ കോൺഗ്രസ് ഈ പറഞ്ഞ പ്രകടന പത്രികയിൽ അക്കാര്യം മിണ്ടുന്നതേയില്ല. ഏക സിവിൽ കോഡിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് പ്രകടന പത്രികയിൽ ആ കാര്യം പറയുന്നില്ല. കള്ളപ്പണ നിരോധന നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസ് ഉയർത്തിയതാണ്. പക്ഷേ അതും ഇവിടെ പറയുന്നില്ല. ED-യുടെ ദുരുപയോഗം വലിയ ആരോപണമായിട്ട് കൊണ്ടുവരികയും അതിനെ വളരെ ശക്തമായിട്ട് ചെറുക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത കോൺഗ്രസ് അതും ഈ പ്രകടന പത്രികയിൽ പറയുന്നില്ല. എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രക്ഷോഭ രംഗത്ത് ഉയർത്തി കാണിക്കുകയും പാർലമെന്റിനകത്തും അതുപോലെ സംസ്ഥാന നിയമസഭകൾക്കകത്തും പുറത്തും ജനമധ്യത്തിലും ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതായ കോർ ഇഷ്യൂസ് കോൺഗ്രസ് തന്നെ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രകടന പത്രിക വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന പാർട്ടി, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് വളരെ വ്യക്തമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു രേഖയായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രിക വളരെ വലിയൊരു ശക്തമായ തെളിവായി ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതായത് ജനങ്ങൾ ഇത് വിലയിരുത്തും. ജനങ്ങളോട് പറയുന്നതൊന്ന്, പ്രക്ഷോഭം ഉയർത്തുന്ന സമയത്ത് പറയുന്നതൊന്ന്, എന്നാൽ അത് നടപ്പാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയാനുള്ള സത്യസന്ധത വേണ്ടേ? ആ ഒരു ആർജവം വേണ്ടേ? പക്ഷെ അതിന് അടിസ്ഥാനപരമായ ധൈര്യം വേണം. അപ്പോൾ മുന്നോട്ട് വെക്കുന്ന വാദഗതികളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം കേവലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. അത് ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കേണ്ട അടിസ്ഥാന രേഖയായിട്ടുള്ള പ്രകടന പത്രികയിൽ ആ കാര്യങ്ങളെല്ലാം വിസ്മരിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നില്ല, പ്രതിജ്ഞാബദ്ധതയില്ല, ആത്മാർത്ഥതയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയങ്ങളെയും ഇത്ര രീതിയിൽ ആത്മവഞ്ചന ചെയ്യുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. കോൺഗ്രസ് ഇവിടെ വഞ്ചിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ തന്നെയാണ്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകളെ തന്നെയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അല്ല, ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിയ ആശയങ്ങളും ആദർശങ്ങളുമല്ല, പ്രക്ഷോഭങ്ങളുടെ പിന്നിലുള്ള ചേതോവികാരത്തെ അല്ല, സ്വന്തം നിലനിൽപ്പിനെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രകടന പത്രികയിലൂടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതായത് ജനങ്ങൾ എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഒരു പാർട്ടി മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിൽ പാർട്ടി ഇതുവരെ നിലകൊണ്ട ആശയങ്ങൾക്കും അതുപോലെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കോർ ഇഷ്യൂസിനും യാതൊരു വാല്യവും കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വയം വിശ്വസിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ ഇന്നലെ വരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്ത നേതാക്കന്മാർ ഇതെല്ലാം വിഴുങ്ങിയിരിക്കുന്നു, ഇതെല്ലാം ഒളിപ്പിച്ചിരിക്കുന്നു, ഇതെല്ലാം വിഡ്രോ ചെയ്തിരിക്കുന്നു എന്നല്ലേ അതിനർത്ഥം. അതായത് പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് BJP-യെ എതിർക്കുന്നത്? എങ്ങനെയാണ് NDA-ക്കെതിരെ പോരാടുന്നത്? ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം പ്രീണിപ്പിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ നയം മാത്രമാണ് കോൺഗ്രസിനുള്ളത്. പ്രീണിപ്പിക്കുക. എവിടെ 10 വോട്ട് കിട്ടുമോ അതിനനുകൂലമായിട്ട് നിൽക്കുക, എവിടെ വോട്ട് കിട്ടുകയില്ലയോ അതിന് അനുകൂലമായി നിൽക്കുകയില്ല. ഇതല്ലേ നമ്മൾ വയനാട്ടിൽ കണ്ടത്. വയനാട്ടിൽ പച്ചക്കൊടി വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ പലതും വേണ്ട എന്ന് തീരുമാനിച്ച് വിഡ്രോ ചെയ്യുന്ന, സ്വയം പരിഹാസ്യമാകുന്ന, പരാജയം സ്വയം വരിക്കുന്ന ഒരു പാർട്ടിയായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്.